അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണും. നീ സ്ക്രീൻഷോട്ട് എടുത്ത് നിന്റെ ഫോണിൽ വെച്ചോ. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്, ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. അതെ അതെ, മാനമുള്ളവർക്കല്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. രേണു എന്ത് ചെയ്യും? വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാ വിവരം അറിയും. നീയൊക്കെ എന്താ വിവരമൊന്നും അറിയില്ല, എല്ലാവരും കാണിക്കുന്നുണ്ട്, കാണിക്കുന്നവരെല്ലാരെയും എടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞ നീ? മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നോ? നിനക്ക് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെറ്റത്തരവും കാണിക്കുക, അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നോ? നീ കൊടുക്ക്, കാണട്ടെ നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുവെന്ന് കാണാം. സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രിപ്ഷൻ ആണ് വിഷയം. രേണുസുധീന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് ഇന്നത്തെ വിഷയം. ഓക്കെ, സോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. 10 എത്രയോ പേരായി. ഓക്കെ, 700 സംതിങ് പേരായി. ഇപ്പൊ തന്നെ 1000 കിടക്കേണ്ടതാണ്. സോ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വരുന്നവരെല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല. കാരണം യൂട്യൂബിൽ പബ്ലിക് ആക്കുന്നു സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് എല്ലാം. ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പബ്ലിക് ആക്കുന്നു. അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ കൂടുന്നില്ല. സോ അതുകൊണ്ട് രേണുസുധി കേസുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ തുണിയൂരി കാണിക്കുന്നത് ആരും കാണാൻ വരുന്നില്ല, ആൾക്കാർ കൂടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. സോ കോടതിക്ക് ഇതല്ലേ പണി. സോ എന്തായാലും നമുക്ക് വീഡിയോ ക്ലിയർ ആയിട്ട് അത് കണ്ടു നോക്കാം. ഓക്കെ, നിനക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ നിനക്ക് മറ്റേ ഇതായിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ട് കാണിക്കാം. അത് റിയാക്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് കുറ്റം അല്ലേ? ഒന്ന് കാണട്ടെ നീ എന്ത് മാനനഷ്ട കേസാ കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് കാണട്ടെ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഇതൊന്ന് അറിയണം. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ പുതിയ വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരി പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയാണ് കാശ് കൊടുത്ത് ഈ പറയുന്ന 743 പേരെ അതിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന്. അതെ അതെ, കോടതിയിൽ കേസ് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാൽ കോടതി അപ്പൊ ചോദിക്കും, എന്തിനാണ് തുണിയിടി കാണിക്കുന്നത്, എന്തിനാണ് 18+ കണ്ടന്റ് ഇടുന്നത് എന്ന് കോടതി തന്നെ ചോദിക്കും. സോ എന്നിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കൊടുക്കണം. മറ്റുള്ളവരുടെ കാശ് അവർ കൊടുത്ത് അവരതിനകത്ത് കയറി ഇരിക്കുകയാണ്. ഇപ്പൊ തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് അധികം അവർക്ക് കിട്ടി. കാരണം 743 പേരോ അങ്ങാണ്ട് ഇപ്പൊ ഇതോടകം കയറിയിട്ടുണ്ട്. അത് പല സ്റ്റേജുകളായിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1.35 1.40 ആ ഒരു ലെവലിലേക്ക് അവർക്ക് എമൗണ്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഞാനെന്തോ ഒരു എക്സ്ക്ലൂസീവ് രംഗങ്ങൾ കാണിക്കുന്നു, അത് നിങ്ങൾ പുറത്തുവിടാൻ പാടില്ല, അതെന്റെ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നൊക്കെ പറയാൻ നിങ്ങളാരാണ്? എന്തായാലും രേഷ്മ പുതിയ ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവള് വലിയ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അത് നമുക്കൊന്ന് കാണണമല്ലോ. കൊള്ളാം. അതെ അതെ, ഭീഷണി. നമുക്ക് എന്തായാലും ഭീഷണി ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും അതും കേട്ടു നോക്കി. ഹായ്, നമസ്കാരം. രേണുസുധിയാണ്. ഞാൻ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അതെ അതെ, ആയിട്ടുണ്ട്. ഒരു 100 കണക്കിന് ആവേണ്ടതാണ്. സോ നിങ്ങൾ ലീക്ക് ആക്കുന്നത് കൊണ്ടാണ് അത്രയും കോടി വരാത്തതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ചേച്ചി അത് ചെയ്തു. ഒരു 743 പേരോളം ചേച്ചിക്ക് വന്നിട്ടുണ്ട്. 1,34,35,000 മണിക്കൂറുകൾക്കകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 771 എന്തോ ആയി. സോ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷനൊക്കെ നിർത്തണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക. അപ്പൊ തന്നെ ഇവരൊക്കെ നിർത്തിക്കോളും എല്ലാം. 1000 രൂപയോളം ചേച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ അറിയുന്നു. ഓക്കെ, പറഞ്ഞാട്ടെ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സ്നേഹിക്കുന്നവരൊന്നുമല്ല. ചേച്ചി സ്നേഹിക്കുന്നവർ മൊത്തം വന്നു ചെയ്തു എന്ന് പറയണ്ട. അതിൻ്റെ അകത്ത് ചേച്ചി ഇഷ്ടമല്ലാത്തവരും വന്ന് ചെയ്തിട്ടുണ്ട്. കാരണം എന്തായിരിക്കും അതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. അതെ അതെ, ഒരു ചേച്ചി ഇവിടെ ഒന്ന് കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നു. അതാണ് ഹൈലൈറ്റ്. നിനക്ക് നാണമുണ്ടോ ഇത് കാണിക്കാൻ? ഞാനൊരു വിധവയാണ്. 13 വർഷമായി, 3 മക്കളുണ്ട്. വീട്ടുജോലി എടുത്ത് തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് മക്കളെ നോക്കുന്നു. നല്ല കാര്യം. സോ അതിന്റെ താഴെ ഒരാള് റിയലി പ്രൗഡ് ഓഫ് യു ചേച്ചി. അതിന്റെ താഴെ തൊട്ട് വേറൊരാള്, ചേച്ചി ഒരു കാര്യം ചെയ്യും, കഷ്ടപ്പെട്ട് തൊഴിലുറപ്പിന് പോകണ്ട, പകരം രേണു ജീവിക്കുന്ന പോലെ ജീവിക്ക്. പണിയെടുത്ത് ജീവിക്കുന്നതിൽ അന്തസ്സുണ്ട്. രേണു ചെയ്യുന്നത് അങ്ങനെയല്ല, അത് അന്തസ്സില്ല. കേട്ടല്ലോ. അല്ലാതെ പിന്നെ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് മാറ്റുന്നതും മറ്റേ വട കാണിക്കുന്നതും ഒക്കെ ഓൾറെഡി എല്ലാവരും കണ്ടതുകൊണ്ട് അതല്ല ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും. ചേച്ചി പലപ്പോഴും വന്ന് പല സ്വഭാവം കാണിക്കുന്നു. ഡബിൾ ഡാഡി ഡിസോസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരിക്കൽ വന്നിട്ട് പറയണ കേട്ടു, എന്റെ വീഡിയോ നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾ റീച്ച് ഉണ്ടായിക്കോളൂ.
കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്ന് പറയും എന്റെ വീട് ആരും ഇടരുത്, ഞാൻ കേസ് കൊടുക്കും. എങ്കിലും കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആൾക്കാർ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെന്ന് അങ്ങ് പറയാതെ. സോ എന്താ പറയാ, എന്നെ പോലെ തന്നെ, അതായത് മിക്ക വലിയ വലിയ ആർട്ടിസ്റ്റുകളും സെലിബ്രിറ്റികളും എന്നെ പോലെ ആർട്ടിസ്റ്റുകൾ, വലിയ വലിയ സെലിബ്രിറ്റികൾ. ആരാണ് സെലിബ്രിറ്റി? ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ പോലെ വലിയ വലിയ സെലിബ്രിറ്റികളോ? ആരാ നിങ്ങൾ? വലിയ സെലിബ്രിറ്റി ആണ്? സെലിബ്രിറ്റി അല്ല, ചളി പുരട്ടി. ആര് പറഞ്ഞു? നിന്നെ പോലെ വലിയ വലിയ സെലിബ്രിറ്റി അവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് മാന്യമായിട്ടൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. അല്ല എങ്കിൽ അവർ അങ്ങനത്തെ ഒരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യും കേട്ടോ. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആളല്ലായിരുന്നു. നിങ്ങൾ എങ്ങനെയുള്ള ആളായിരുന്നെന്ന് നിങ്ങളുടെ മുമ്പത്തെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. എങ്ങനെ ഇരുന്ന ആള് ഇപ്പം ഏതാണ്ടൊക്കെ ആയെന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നു, അത് പൈസ മൂലം വന്ന് കയറൂ, എക്സ്ക്ലൂസീവ് രംഗങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് പ്രതികരിക്കും ആൾക്കാര്. ഇതിന് ആൾക്കാർ കമന്റ് ഇടും, അതിന് നിയമപരമായിട്ട് നേരിടും. എന്റെ സ്വന്തമാണ്, എന്റെ മെറ്റ എനിക്ക് അങ്ങ്. അതെ 2 ദിവസം മുമ്പ് നമ്മുടെ രേണുസുതി വന്നൊരു വീഡിയോ പറയണായിട്ടു എല്ലാവരും എന്റെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുന്നു, എനിക്കതൊരു പ്രൊമോഷൻ ആണ്, എനിക്ക് കുറച്ചുകൂടെ ആൾക്കാർ വരും. എന്തൊക്കെയാണ് പറയുന്നത്? തീരെഴുതി തന്നതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേഡം ഉദ്ദേശിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ, നിങ്ങൾക്കറിയാം. സോ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ പറയുന്നവന്മാർ ചെന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അവരുടെയൊക്കെ പോസ്റ്റ് പേഴ്സണലി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് മാത്രം ചെയ്യുന്ന പോസ്റ്റുകളും റീൽസുകളും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിക്കും. ഇത് എന്താണ് ഇവർ എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്താണ് നിങ്ങളോട് ചെയ്യുന്നതെന്ന്. കാരണം എന്തൊക്കെ പറഞ്ഞാലും രേണുസുതി എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ആണ് യൂട്യൂബിൽ. ഓക്കെ, സോ റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇത് പിന്നെയും ഇടുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും രേണുസുതി എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിലും ടൈറ്റിലും ഒക്കെ വെച്ച് കണ്ടന്റ് ഇട്ടാൽ നല്ല വ്യൂസ് കിട്ടും. ബാക്കിയുള്ള വീഡിയോസിന്റെ വ്യൂസിനെക്കാളും ഈ ഒരു ന്യൂസ് നല്ല വ്യൂസ് കിട്ടും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഡെയിലി ഓരോരോ കണ്ടന്റ് നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നു. സോ ആളുകൾ അതിനെ എടുത്ത് കണ്ടന്റ് ആക്കുന്നു. വേറെ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ വലിയ വ്യൂസ് കിട്ടില്ല. എന്റെ ചാനൽ വരെ ഞാൻ ഈ റിയാക്ഷൻ ചാനൽ തുടങ്ങിയിട്ട് 1-2 ആഴ്ചയേ ഉള്ളൂ. സോ കൂടുതൽ വ്യൂസ് കിട്ടിയത് രേണുസുതി എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മെയിൻ കണ്ടന്റ്. ഓക്കെ, ആളുകൾ കാണാൻ കാത്തിരിക്കുന്നു. ആളുകൾ കാത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് കുറച്ച് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഇവിടെ നിന്ന് മാഞ്ഞു പോകും. അറിയത്തില്ല. എനിക്ക് ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം പോണം, നിയമപരമായിട്ട് തന്നെ പോണം. അത് ഞങ്ങൾക്കൊന്ന് കാണണം. അത് എന്തിന്റെ വകുപ്പിലാണ് നീ നിയമപരമായിട്ട് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. നിയമം നിനക്ക് തീരെഴുതി തന്ന സാധനമൊന്നും അല്ലല്ലോ. നീ ഒന്ന് പോയേ. നീ നിന്റെ ശരീരഭാഗങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ കാണിച്ചിട്ട് യുവാക്കളെ എല്ലാം നീ വഴിതെറ്റിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആയിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഏത് വഴിക്കാ പോയി നിയമപരമായിട്ട് പോകുന്നതെന്ന് കാണട്ടെ. നീ ഒന്ന് പോയേ, കാണട്ടെ. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടി തന്നതാണിത് സബ്സ്ക്രിപ്ഷൻ. മനസ്സിലായോ? സബ്സ്ക്രിപ്ഷൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, ഇങ്ങനെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ചെയ്യുന്നവർക്ക്, അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കും. ഇത് നിനക്ക് മാത്രമല്ല ഈ പറയുന്ന മെറ്റ തരുന്നത്, എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്കും തരും. അത് കുറച്ച് പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് വേണമെങ്കിലും അത് ആക്കി എടുക്കാം. ഈ മറ്റേ ബ്ലൂടിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം. പിന്നെ ഈ ഞങ്ങളുടെ ഒന്നും വീഡിയോ ആരും വന്നിങ്ങനെ കാണത്തില്ല. ഞങ്ങൾ എക്സ്ക്ലൂസീവ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു പട്ടിയും വന്ന് തിരിഞ്ഞു നോക്കത്തില്ല. അത് ശരിയാ. ബോയ്സ് എക്സ്ക്ലൂസീവ് ഇട്ടാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. തിരിച്ചങ്ങനെയല്ല. തിരിച്ചൊരു പെൺകുട്ടി സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാരും അവിടെ പോയി കമന്ന് കിടക്കുന്നത് ഇത് ആണുങ്ങളാണ് അവിടെ പോയി കമന്ന് കിടക്കുന്നത്. അവരാണ് ആദ്യം പറയാൻ. കാരണം എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനല്ല. നീ എന്റെ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേന് ആൾക്കാർ വന്ന് കയറുവന്ന്. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് അവിടെ വന്ന് ഈ 744 പോട്ടന്മാർ വന്നിരിക്കുന്നത്. അതിൽ കുറച്ച് പേര് നിന്റെ അവിടുന്ന് ചോർത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവർ പൊട്ടന്മാരല്ല, അവർ മിടുക്കരാണ്. അല്ലാതെ നിന്നെ എന്താ പറയുക, ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ. ചേച്ചിയുടെ മറ്റേ ഹോട്ട്സ് രംഗങ്ങൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നവര്, അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിനക്കൊക്കെ എന്തുവാണോ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നില്ല. അതെ, നിങ്ങൾക്കൊക്കെ ഒരുപാട് കണ്ടന്റ് തരുന്നില്ല. നിങ്ങൾ എന്തിനാണ് പിന്നെ എന്റെ കണ്ടന്റ് എടുത്ത് നിങ്ങൾ ലേക്ക് ആക്കുന്നത്? ഇത് തരം തെണ്ടിത്തനമാണ് നിങ്ങൾ കാണിക്കുന്നത്. എനിക്ക് എന്തുമാത്രം സബ്സ്ക്രൈബ് കയറേണ്ടതാണ്, നിങ്ങൾ എന്തുമാണ് ഈ കാണിക്കുന്നത്? എനിക്ക് സങ്കടമുണ്ട്. അതെടുക്കാൻ വേണ്ടി ഈ സബ്സ്ക്രൈബ് ചെയ്ത് നീ എന്തിനാ ഞങ്ങൾക്ക് കണ്ടന്റ് തരുന്നത്? നിന്നോട് ഞങ്ങൾ കണ്ടന്റുകൾ ചോദിച്ചോ?
നീ ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്ന പല അതെ അതെ, കണ്ടന്റ് തരുന്നതല്ല, പേക്കൂത്ത് കാണിക്കുന്നു, അതെടുത്ത് കണ്ടന്റ് ആക്കുന്നു. തോന്നിവാസങ്ങൾ ഞങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നതാ. അല്ല നീ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി അല്ലാണ്ട് കണ്ടന്റ് ഉണ്ടാക്കി തരുന്ന പോലെ നീ പറയുന്നത്. നീ അപ്പം ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ആയിരുന്നോ? എന്ത് പണഞ്ഞ അതെ, ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത പൊട്ടന്മാരെ ആദ്യം അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന എന്താ പറയാ, അവർക്ക് വേണ്ടി മാത്രം ഇടുന്ന പോസ്റ്റുകളും മിക്ക സെലിബ്രിറ്റികളും ഇങ്ങനെ ചെയ്യുന്നത്. നീയൊക്കെ ഒന്ന് വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ, അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിൽ കയറി നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് പബ്ലിക് ആക്കിക്കുക, അപ്പൊ വിവരം അറിയാം. അപ്പൊ ഈ എന്റെ അതെന്തേ സെലിബ്രിറ്റികൾ കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയാനെന്താ ബുദ്ധിമുട്ടെന്താ? എന്തേ ആര് തന്നെ തന്നെ കാണിച്ചാലും പറയും. അതെന്തോ അവരെന്തോ ഞങ്ങളുടെ തോളെ കയറുവോ? ഇല്ലല്ലോ. അവരെന്തോ കേസ് കൊണ്ടുപോകുമോ? അവർ സമൂഹത്തിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് പുറത്ത് കാണിക്കും. അതിന് നിങ്ങൾ എന്തിന് ഇത്ര രോഷാകുലയാകുന്നത്? കാരണം എന്താ, നിങ്ങൾ ഈ എക്സ്ക്ലൂസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയാണോ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പൊ സാധാരണ നിങ്ങളിങ്ങനെ സീറ്റ് ബെൽറ്റ് മാറ്റുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ആണ് എങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കാം. പക്ഷെ അതല്ല, നിങ്ങൾ ഇത്ര രോഷാകുലയാകണമെങ്കിൽ നിങ്ങൾ വേറെ എന്തൊക്കെയോ അതിൽ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ചേച്ചി അതിൻ്റെ അകത്ത് കുറെ സീനുകളിലും കാര്യങ്ങളും ഒക്കെ ചേച്ചി ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ കാണിക്കാം. അപ്പം ഇതൊക്കെ ചേച്ചി കാണിക്കും, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ ചേച്ചി കാണിക്കാനായിട്ട് ഉണ്ട് എന്നതുകൊണ്ടാണോ ഇപ്പൊ ഈ ഒരു എന്താ പറയാ, ഒരു ദേഷ്യപ്പെടല്, ഒരു തുള്ളിച്ചാട്ടം? ഈ തുള്ളിച്ചാട്ടവും ഈ നിയമപരമായിട്ട് പോകും എന്നൊക്കെ പറയുന്നതേ, പോണം. ഇതെന്തൊക്കെയാണ് എക്സ്ക്ലൂസീവ് തന്നെ വേണം. കാരണം ചേച്ചിക്ക് മാത്രം തന്നിട്ടുള്ളതാണല്ലോ നിയമം. ചേച്ചി മാനനഷ്ടത്തിന് കേസ് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ ഇവിടെ മാനനഷ്ടത്തിന് കേസ് കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ്. അവിടെ 744 പേരും പോണം. അല്ല പിന്നെ അതെ, ഇതൊക്കെ കാണാനാണോ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തത്? ഓക്കെ, ബാക്കി എന്റെ മെക്കെട്ട് കയറാനേ നിനക്കൊക്കെ അറിയത്തുള്ളൂ. എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആക്കുക. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നാണം ഉണ്ടോ? ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്കും കൂടെ തന്നതാണ്. മനസ്സിലായോ? മിക്ക സെലിബ്രിറ്റീസിനും കൊടുത്ത പോലെ എനിക്കും കൂടെ തന്നതാണ് ആ ഒരു പ്ലാറ്റ്ഫോം. ഞാനും കൂടെ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനാണ്. അത് നീ പേഴ്സണൽ അതിനകത്ത് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, പബ്ലിക് ആയിട്ട് കാണുന്നത്. ഈ സ്ക്രീൻഷോട്ട് നിന്റെ ഫോണിൽ വെച്ചോ. അതെന്തിനാ ഞങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ ഫോണിൽ വെക്കുന്നത്? ഞങ്ങൾ പബ്ലിക് ആക്കും. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അത് പബ്ലിക് ആക്കാൻ വേണ്ടിയാണ്. നിനക്ക് അവിടെ കാണിക്കാമെങ്കിൽ ഞങ്ങൾക്ക് പബ്ലിക് ആക്കുന്നതിന് എന്താണ് കുഴപ്പം? ആരാണോ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പബ്ലിക് ആക്കുന്നത് അവർക്ക് എന്താണ് കുഴപ്പം? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ നിയമപരമായിട്ട് പോകും. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിയമപരമായിട്ട് പോകുമെന്ന്. ഇന്ന് പോയേ കാണട്ടെ, നീ നിയമപരമായിട്ട് തന്നെ പോകും. അതാണ് വേണ്ടത്. കാരണം മെറ്റ നിനക്ക് മാത്രമായിട്ട് അങ്ങ് എഴുതി തന്ന പോലെ നിന്റെ വർത്തമാനം. നിനക്ക് അതിൻ്റെ അകത്ത് തോന്നിവാസം കാണിക്കാമെങ്കിൽ അതെടുത്ത് പ്രതികരിക്കും ആൾക്കാര്. ആ പ്രതികരിക്കുന്നതിന് നിനക്കിപ്പോ എത്ര തെറ്റായിട്ട് തോന്നുന്ന കാര്യം എന്താ? അതെ അതെ, എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റായിട്ട് ധരിക്കുന്നത്? തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രതികരണമാണ്. എന്നാലും കൊള്ളാം ചാട്ടം. നീ എന്തിനാ പബ്ലിക് ആക്കുന്നത്? ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. നിന്റെ വീട്ടിലെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. പിന്നെ നിന്റെ അതെ അതെ, ഞങ്ങളുടെ ആരാണ് പബ്ലിക് ആക്കിയത്? അവന്റെ വീട്ടിലെ ക്യാഷ്, അവൻ പണി ചെയ്ത ക്യാഷാണ്. അതെടുത്തിട്ടാണ് അവൻ സബ്സ്ക്രൈബ് ചെയ്തത്. എന്നിട്ടാണ് അവൻ പബ്ലിക് ആക്കിയത്. സ്വന്തം കയ്യിലെ ക്യാഷ് മുടക്കി. ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ആരുടെ കാശ് കൊണ്ടാ അത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഓരോ അതെ അതെ, അവന്റെ പൈസ കൊടുത്ത് അവൻ വാങ്ങിച്ച സാധനം ആണ് കേട്ടോ. മനുഷ്യന്റെ വീട്ടിലെ കാശ് കൊണ്ടല്ലേ ആ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീ പറഞ്ഞ 180 നീനക്ക് അവിടെ എഴുതി ഉണ്ടാക്കിയാ പോരെ? പക്ഷേ അവിടെ പൈസ ഇടുന്നത് ആരാണ്? നിന്റെ വീട്ടിലുള്ള തങ്കച്ചനും കുഞ്ഞമ്മയും നിന്റെ ചേച്ചി മറ്റേ രമ്യയും. അതെ അതെ, അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അവർക്കറിയാം ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ലെന്ന്. പക്ഷെ ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിരിക്കുന്നു. അവരൊക്കെയാണോ? അല്ലല്ലോ. നാട്ടിലുള്ള വിദേശത്തും അത് സ്വദേശത്തുമായിട്ട് നിൽക്കുന്ന എല്ലാവരും അതിന്റെ അകത്താക്കി 743 പേരും അതിന്റെ അകത്ത് പൈസ ഇട്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. അല്ല നീ കൊടുക്കുന്ന പൈസ അല്ല. നീ വലിയ അതെ, ഇതില് കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് കാണും. വർത്തമാനം അടിക്കുന്ന നീ ഏതാണ്ട് പൈസ കൊടുത്ത പോലെ നിന്റെ വർത്തമാനം. കഷ്ടം. ഇത് മെറ്റ പ്ലാറ്റ്ഫോം എനിക്ക് തന്നതല്ലേ. ഞാൻ നോക്കട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന്. ഈ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. വേറെ വല്ല സെലിബ്രിറ്റികളുടെ നീയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ വിവരം അറിയും. നീയൊക്കെ മനസ്സിലായോ? ഒന്ന് കാണട്ടെ, ഒന്ന് കാണണം. നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്ന ഒന്ന് കാണണം. അത് കണ്ടിട്ടേ ഇനി അത് പുറമോട്ട് പോകുന്നുള്ളൂ. അതൊന്ന് കാണട്ടെ. കാരണം നീ ഇത്രയൊക്കെ കാണിച്ചിട്ട് ബ്രോ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ കൊടുക്കുവോ?
നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ മാനനഷ്ടത്തിന് കേസ് കൊടുത്തില്ല എങ്കിൽ അതൊരു ഇതായിട്ട് മാറും. നീ എന്തായാലും കൊടുക്ക്. പിന്നെ നീ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, നിന്റെ ഇനി എന്താണ് ഈ സീറ്റ് ബെൽറ്റ് മാറ്റുന്നതും വട കാണിക്കുന്നതും അല്ലാതെ നീ എന്ത് രംഗങ്ങൾ കാണിക്കാനാണ്? ഇതാണ്ട് ഇവിടെ ഒരുത്തി, ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്ന സമയത്ത് കണ്ടതാണ്. എന്താ രഞ്ജിക്ക ജാനകി എന്ന് പറഞ്ഞ ഒരുത്തി, അവൾ വന്ന് കാണിക്കുന്ന കാര്യം കണ്ടോ? നീ ഇതുപോലെ കാണിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവര് വേഗം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏത് തന്തയില്ലാത്തവളാണ് ഇതുണ്ടോ ഈ ഒരു ചെറ്റ സ്ത്രീയെ കണ്ടോ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എത്രയോ ആൾക്കാർ കാണുന്നതാണ്, എത്ര കുഞ്ഞുങ്ങൾ കാണുന്നതാണ്. അവരെയൊക്കെ വഴിതെറ്റിക്കാൻ ഇറങ്ങുന്നതാണ് ഇതുപോലെയുള്ള സത്യം. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ടർ അടിച്ച് കളയുക ആളുകള്. അപ്പൊ നീയും ഈ ഒരു രംഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഈ തള്ള കാണിക്കുന്ന കണ്ടില്ലയോ? അവള് പൊക്കി കാണിക്കുകയാണ് അവളെ ഇഷ്ടമാണോ എന്ന്. പിന്നെ അത് മാത്രമല്ല, അടിയിലിടേണ്ട സാധനം അതും വെച്ചോണ്ട് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യമാർ ഇതിട്ട് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന്. ഞങ്ങളുടെയൊക്കെ ഭാര്യമാർ ഇതിട്ട് കാണണമെങ്കിൽ ഞങ്ങൾക്കറിയാം അത് മേടിച്ചു കൊടുക്കാൻ, നിന്റെ റെക്കമെൻഡേഷൻ വേണ്ട. ഇങ്ങനെയുണ്ട് കുറെ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ രംഗത്തിലേക്ക് ഇറങ്ങാനാണോ നിന്റെ ഒരു ഇത്? അതിനാണോ നീ പറയുന്നത് എന്റെ വീഡിയോകളൊന്നും അല്ലെങ്കിൽ എന്റെ ഫോട്ടോകളൊന്നും വെളിവിടരുത്, ഞാൻ നിയമപരമായിട്ട് പോകുന്നു? നീ നിയമപരമായിട്ട്. നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്ന നീ ഇങ്ങനെയുള്ള ചെറ്റ വീഡിയോകൾ ഇടാനാണ് നിന്റെ ഭാവമെങ്കിൽ അത് നീ ഒന്ന് പോകണം. നീ നിയമപരമായിട്ട് അതെ അതെ, ഇങ്ങനെയുള്ള നിങ്ങൾ ഇടുമെങ്കിൽ പ്രതികരിച്ചിരിക്കും. അതിനെ ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിട്ടോളാം. ഓക്കെ. കഴിഞ്ഞ ദിവസം ഈ കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു പാട്ട്, വേടന്റെ പാട്ട് ഇട്ടിരുന്നു. അപ്പൊ ആ പാട്ടിന്റെ വരികൾ അവൻ പറഞ്ഞിരുന്നതിനനുസരിച്ച് ആൾക്കാർ വിചാരിച്ചു ഇനി ഇതിപ്പോ രേണുവിനെ കുറിച്ചാണോ എന്നൊരു ചിന്ത ആൾക്കാർക്ക് വന്നിരുന്നു. എന്തായാലും ആ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അതിന് അവനൊരു മറുപടി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ അവൻ പാടുന്ന ആ പാട്ടൊന്ന് കേട്ടു നോക്കി. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇരട്ടത്തടുന്ന സമയത്ത് എന്റെ ലൈഫിലോട്ട് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടാ. എന്റെ നിലാവാണ് നീയില്ലാ നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ രാവാണ്. നീ എന്റെ നിലാവാണു, നീയില്ലാ നേരം ഞാൻ ഈ ഭൂമിയിൽ നിന്നാരാവാനാണോ. അതരമെന്ന് എനിക്കൊരു മധുരക്കരും മനസ്സിലെ മുറിവുകൾ ഉണക്കുമരുന്നു. കടമകൾ അനവധി കടന്നു വരുന്നു എന്റെ ഹൃദയത്തിൽ കഥക് ഞാൻ തുറന്നിട്ട്. ഓക്കെ, ഈ പാട്ട് കേട്ടല്ലോ. അതിന്റെ ഇൻട്രോയിൽ തന്നെ അവൻ പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം തന്ന ഒരാളാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു. അതൊരിക്കലും രേണുസുധീനെ ആയിരിക്കില്ല പറഞ്ഞത്. അതിന്റെ അകത്ത് വന്നൊരു കമന്റ് ഇങ്ങനെയാണ്, അമ്മയല്ലേ രേണു ചേച്ചി എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അത് അമ്മയെ കുറിച്ചാണോ മോനി പാട്ട് പാടുന്നത് എന്നാണ് ആൾക്കാർ കമന്റ് ഇട്ടത്. അതിന് അവൻ കൊടുത്തൊരു മറുപടി, അയ്യോ അല്ല എന്ന് പറഞ്ഞ് കയ്യും കൂപ്പിക്കൊണ്ട്. കാരണം അയ്യേ അല്ല, ഒരിക്കലും അല്ല, ഇങ്ങനത്തെ ആ ഒരു സ്ത്രീ അല്ല എന്ന രീതിയിലാണ് അവന്റെ ആ ഒരു മറുപടി അവൻ തന്നത്. കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ അവന് സത്യത്തിൽ ഈ പറയുന്ന ഈ രേണുവിന്റെ ഈ കളികളും കാര്യങ്ങളും ഒന്നും അവന് ഇഷ്ടപ്പെടുന്നതൊന്നുമില്ല. അതാണ് അതിൻ്റെ വാസ്തവം. എന്തായാലും ഇപ്പോ ഈ പുള്ളിക്കാരി ഇത്രമാത്രം രോഷാകുലയായിട്ട് വീഡിയോ ഒക്കെ ഇട്ടുന്നതും നമ്മളെ എന്തോ നിയമപരമായിട്ട് നേരിടുമെന്നും നമുക്കെതിരെ എന്തോ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഈ ചേച്ചി, നിങ്ങൾ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പെട്ടെന്ന് തന്നെ കൊണ്ടുകൊടുക്കുക. കാരണം നിങ്ങൾ ഈ പറയുന്ന യുവാക്കളെ വഴിതെറ്റിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ സബ്സ്ക്രിപ്ഷനൊക്കെ ആരംഭിച്ചിട്ട് അതുവഴി 180 രൂപയുടെ എമൗണ്ട് വെച്ച് 743 പേര് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ. അതെ അതെ, എന്തായാലും സബ്സ്ക്രിപ്ഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനി പൈസ ഒന്നും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. അത് സബ്സ്ക്രിപ്ഷൻ, ഇത് സബ്സ്ക്രൈബ്. ഓക്കെ, എന്തായാലും ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെയിലി ഇതേപോലെ കണ്ടന്റ് ഇടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഇതിന് മികച്ച നല്ല വീഡിയോയുമായി കാണാം. ബൈ ബൈ ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്?